ഞങ്ങളുടെ കൂടെ അല്ലാത്തവരെല്ലാവരെയും ഞങ്ങൾ എന്ത് ചെയ്യും, മറ്റേ ചോദ്യം ചെയ്യും, ലോക്ക് ചെയ്യും എന്നുള്ള സംവിധാനത്തിന് എതിരായി BJP-യിൽ ചേർന്നാൽ ഇന്നേ വരെയുള്ള അഴിമതി ഉൾപ്പെടെയുള്ള എല്ലാ കേസുകളും ഇല്ലാതാവുന്നൊരു നമ്മുടെ പരമാധികാരത്തിന് RSSും സംഘപരിവാറും ചോദ്യം ചെയ്യുമ്പം, അതായത് ഇവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പെയ്ഡായിട്ട് നരേന്ദ്രമോദിക്ക് വേണ്ടി നിൽക്കുന്നൊരു ജുഡീഷ്യറി BJP-യുടെ കൂടെയുമല്ല, RSSൻ്റെ കൂടെയുമല്ല, കോൺഗ്രസിൻ്റെ കൂടെയുമല്ല, CPM-ൻ്റെ കൂടെയുമല്ല. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയാണ്. അങ്ങനത്തെ ഒരു ഫാസിസമൊന്നും ഇന്ത്യയിൽ എന്തായാലും നടപ്പിലാക്കാൻ എന്തായാലും സാധിക്കില്ല. ഇന്ത്യൻ ജുഡീഷ്യറിനെ പോലെ ഏറ്റവും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യറി ഒരുപക്ഷെ ലോകത്തിലുണ്ടാവൂല. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും ഹാട്രിയിലൂടെ. ഹാട്രി ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്. സർ, അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഈ ഒരു സുപ്രീം കോടതി വിധി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതായത് ഒരു അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ നോക്കുമ്പം ഇന്ത്യയിലെ നീതിന്യായ സംഹിത ഒരു മുഖ്യമന്ത്രിക്ക് ജാമ്യം എന്തായാലും നൽകിയിട്ടുണ്ട്. ഇവിടെ RSSും സംഘപരിവാറും BJP-യും കൃത്യമായി അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന, അതായത് ED ആണെങ്കിലും എൻഫോഴ്സ്മെൻ്റ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ അല്ലാത്തവരെല്ലാവരെയും ഞങ്ങൾ എന്ത് ചെയ്യും, ചോദ്യം ചെയ്യും, ലോക്ക് ചെയ്യും എന്നുള്ള സംവിധാനത്തിന് എതിരായി കേരളത്തിലെയും ഇന്ത്യയിലെയും നീതിന്യായ സംവിധാനം എടുത്തിരിക്കുന്ന ഒരു ഓപ്പണായൊരു നിലപാടാണത്. നമുക്കറിയാൻ ഈ BJP-യുടെ കൂടെ നിൽക്കാത്ത ആളുകൾക്കെതിരായിട്ട് കൃത്യമായി BJP-യുടെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ED ഉൾപ്പെടെയുള്ളവർ വെച്ചുകൊണ്ട് നോട്ടീസ് കൊടുക്കുക, ചോദ്യം ചെയ്യുക. എന്നാൽ ഈ ആളുകൾ പിറ്റേ ദിവസം പോയി BJP-യിൽ ചേർന്നാൽ ഇന്നേ വരെയുള്ള അഴിമതി ഉൾപ്പെടെയുള്ള എല്ലാ കേസുകളും ഇല്ലാതാവുന്നൊരു സംവിധാനം ഇന്ത്യക്കകത്തുണ്ട്. നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം. അതായത് 1950 ഇന്ത്യ എന്ന് പറയുന്നൊരു രാജ്യത്തിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ രൂപം കൊടുത്ത് പറഞ്ഞത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളമൻലി സോവറിൻ സെക്യുലർ എന്ന് പറഞ്ഞ രീതിയിൽ ഞാനെന്ത് ചെയ്യണം, ഞാനെന്ത് ആഹാരം കഴിക്കണം, ഞാനെന്ത് ഉടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള നമ്മുടെ പരമാധികാരത്തിന് RSSും സംഘപരിവാറും ചോദ്യം ചെയ്യുമ്പം ഇവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെ, അതായത് ഇവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പെയ്ഡായിട്ട് നരേന്ദ്രമോദിക്ക് വേണ്ടി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ നിന്ന് മാറിയിട്ട് നമുക്ക് എന്താണ് പറയാനുള്ളത് നമ്മളതെല്ലാം പറയാനും കേൾക്കാനും, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ രാഷ്ട്രീയമോ നമ്മുടെ മതമോ എല്ലാം പറയാനുള്ള ഇതുണ്ട്. കാരണം ഇന്ത്യക്കകത്ത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അതുപോലെ തന്നെ ഹിന്ദുക്കളും എല്ലാവരും ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മതങ്ങളും പറയുന്നതറിയോ, സഹിഷ്ണുത എന്ന് പറയുന്നതാണ് പറയുന്നത്. കാരണം ഖുർആൻ ആരംഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ വായിക്കുക എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളും അവരാഗ്രഹിക്കുന്ന നാളെ പാഴ്സിയോ സിക്കോ എന്തോ ആയിക്കോട്ടെ, അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് അമ്പലത്തിൽ പോകണോ, പള്ളിയിൽ പോകണോ, അവർക്ക് എങ്ങാനും പ്രാർത്ഥിക്കണം, ഇതെല്ലാത്തിനും അപ്പുറമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയത്തിനകത്ത് നമുക്ക് തോന്നുന്ന ആളുകൾക്ക് മാത്രം കൃത്യമായി വോട്ട് ചെയ്യാനുള്ളൊരു സംവിധാനം ഈ രാജ്യത്തിനകത്തുണ്ടാകണം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനമുള്ള ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത് ഫാസിസവും ഏകാധിപത്യമായിട്ടുള്ള ഭരണവും ഉണ്ടാകരുതെന്നാണ് ആഗ്രഹിക്കുന്നത് അഭിഭാഷകനുള്ള രീതിയിൽ. ഞങ്ങൾ EDക്കും BJP-ക്കും കിട്ടിയൊരു തിരിച്ചടിയാണെന്നാണ് പ്രതികരിക്കുന്നത്. കാരണം നിലവിൽ ഇന്ത്യക്കകത്തുള്ള ജുഡീഷ്യറിയെ, കാരണം ലോകത്തിലെ ഏറ്റവും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ജുഡീഷ്യൽ സംവിധാനമാണ് ഇന്ത്യക്കകത്തുള്ളത്. ഇന്ത്യക്കകത്തുള്ള നീതിന്യായ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അതീതമല്ല. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന, അതായത് ഇന്ത്യയുടെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന 4 കാലുകളിൽ നിൽക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന 140 കോടിയുടെ മുകളിലുള്ള ജനാധിപത്യ രാജ്യത്തിനകത്ത്, ആ രാജ്യത്തിനകത്തുള്ള ജുഡീഷ്യറി BJP-യുടെ കൂടെയുമല്ല, RSSൻ്റെ കൂടെയുമല്ല, കോൺഗ്രസിൻ്റെ കൂടെയുമല്ല, CPM-ൻ്റെ കൂടെയുമല്ല, മറിച്ച് ഈ രാജ്യത്തെ ജനങ്ങളുടെ കൂടെയാണ്, നിയമത്തിൻ്റെ കൂടെയാണ് സത്യസന്ധമായി നിൽക്കുന്നതിനുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പം അരവിന്ദ് കെജ്രിവാളിന് കിട്ടിയിരിക്കുന്ന ഈ എന്തായാലും ജാമ്യം. സത്യമേവ ജയതേ എന്നാണ്
ആം ആദ്മി പാർട്ടിയിലെ നേതാക്കളടക്കം ട്വീറ്റ് ചെയ്തത്. ആം ആദ്മി പാർട്ടി എന്ത് പറയുന്നുള്ളല്ലോ എന്നുണ്ടെങ്കിൽ മറ്റേ എന്താണ് ഫിയറ്റ് ജസ്റ്റിഷ്യ റുവറ്റ് കോളം, അതായത് ആകാശം ഇടിഞ്ഞു വീണാലും നീതി എന്തായാലും നടപ്പിലാക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ആകാശം ഒരിക്കലും ഇടിഞ്ഞു വീഴുകയില്ല, നീതി എന്തായാലും നടപ്പിലാവുകയില്ല. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ എല്ലാം മുകളിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ ജുഡീഷ്യറിക്കകത്തുള്ള സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ, മറ്റേ കേരളത്തിലും രാജ്യത്തിനകത്തുള്ള ജില്ലാ ജഡ്ജിമാർ, മുൻസിഫുമാരെല്ലാവരും അവർ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം, നിയമം എല്ലാത്തിനും രാഷ്ട്രീയത്തിനും മതത്തിനും ബന്ധത്തിനും അതീതമായി സംരക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇനിയും നമ്മുടെ ജുഡീഷ്യൽ ഓഫീസർമാർ ഇതുപോലെ തന്നെ മുന്നോട്ട് എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്ത് സമാധാനവും സത്യസന്ധതയും ഉണ്ടാവും. സാർ, പിന്നെ ഒരു സംശയം കൂടി, അതായത് കെജ്രിവാളിന് ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നുകൊണ്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നും പക്ഷേ പ്രചരണത്തിന് ഇറങ്ങാം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഇടക്കാല ജാമ്യമാണ്, ഒരു 20-21 ദിവസത്തെ ജാമ്യമാണ്. അപ്പോൾ ഇത് വലിയ വ്യത്യാസം ഉണ്ടാക്കില്ല എന്ന് BJP നേതാക്കളടക്കം പറയുന്നുണ്ട്. അതിൻ്റെ വസ്തുത എന്താണ്? അല്ല, കാരണം BJP ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തിനകത്ത് ഞങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം നടത്തുക. നമുക്കെല്ലാവർക്കും അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിനകത്ത് സെക്കുലറിസം എന്ന് പറഞ്ഞൊരിതുണ്ട്. ഇത് ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും എല്ലാം അതീതമായിട്ട് മനുഷ്യരാണ് നമ്മളെന്നും മറ്റേ എന്താണ് എന്നുള്ളൊരിത് അത് മാറിയിട്ട് നിങ്ങൾ ഇന്ന രീതിയിലുള്ള ആളുകളാണ്, ഞങ്ങളുടെ കൂടെ നിന്നാൽ മാത്രമേ നിങ്ങൾ ശരിയാകുള്ളൂ എന്ന് വിചാരിക്കുന്ന ആളുകളോട് ഇന്ത്യൻ ജുഡീഷ്യറി എന്തായാലും പറയുകയാണ്. ഏത് ഞങ്ങളുടെ കൂടെ ആണെങ്കിലും അല്ലെങ്കിലും ഞങ്ങൾ മറ്റേന്താണ് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ കൂടെയോ BJPയുടെ കൂടെയോ RSSൻ്റെ കൂടെയോ CPMൻ്റെ കൂടെയോ ഇടതുപക്ഷത്തിൻ്റെ കൂടെയോ അല്ല, മറിച്ച് ഈ രാജ്യത്തെ നിയമ സംവിധാനം സംരക്ഷിക്കണം, ഈ രാജ്യം സെക്യുലറായിട്ട് എന്തായാലും ഉണ്ടാവണമെന്ന് പറയുന്ന സുപ്രീം കോടതിയുടെ ഭാഗത്താണ് കേരളത്തിലും ഇന്ത്യക്കകത്തുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ചെറുപ്പക്കാരും അഭിഭാഷകരും ജനങ്ങളും. അല്ലാതെ മറ്റേന്താണ് അരവിന്ദ് കെജ്രിവാൾ നാളെ എങ്ങാനും പ്രചരണം നടത്തി വോട്ട് വാങ്ങാം വോട്ട് വാങ്ങാതിരിക്കാം. നമുക്കറിയാം മറ്റേന്താണ് ഇന്ത്യക്കകത്തുള്ള ഓരോ സംസ്ഥാനങ്ങൾക്കകത്തും ഇപ്പോൾ സ്റ്റാലിനെതിരെ, അതുപോലെ തന്നെ കേരളത്തിനകത്ത് പിണറായി വിജയനെതിരെ, പിണറായി വിജയൻ്റെ മകൾക്കെതിരെ, അതുപോലെ ഓരോ തങ്ങളെ അനുകൂലിക്കാത്ത ആളുകളോട് കൃത്യമായി മറ്റേന്താണ് BJP അവരുടെ മറ്റേ വൈകാരികമായ രീതിയിൽ മറ്റേ വൈരാഗ്യം തീർക്കുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ മറ്റേ BJPക്കാർ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, RSS ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയാണ്. ഇന്ത്യക്കകത്ത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ഫാസിസം ഒന്നും എന്തായാലും നടപ്പിലാക്കാൻ എന്തായാലും പോകുന്നില്ല. നേരെ മറിച്ച് മറ്റേന്താണ് പണ്ട് മറ്റേന്താണ് പറയുക ബ്രിട്ടീഷുകാരുടെ മറ്റേന്താണ് തോക്കിനെതിരെ പുന്നപ്രയിലും വയലാറിലും വാരിക്കുന്തവുമായിട്ട് പോയ ആളുകളുടെ മക്കളും കൊച്ചുമക്കളും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന കേരളത്തിൽ നിന്നിട്ടാണ് ഞാൻ ഇത് എന്തായാലും പറയണത്. അതുകൊണ്ട് മറ്റേ അങ്ങനത്തെ ഒരു ഫാസിസമൊന്നും ഇന്ത്യയിൽ എന്തായാലും നടപ്പിലാക്കാൻ എന്തായാലും സാധിക്കില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് എല്ലാത്തരം രാഷ്ട്രീയ ഇൻഫ്ലുവൻസുകൾക്കും അതീതമാണ് നമ്മുടെ നീതിന്യായ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ മറ്റേന്താണ് സാമ്പത്തിക ഇൻഫ്ലുവൻസുകൾക്കും എല്ലാം അതീതമാണ് ഇന്ത്യൻ ജുഡീഷ്യറി. ഇന്ത്യൻ ജുഡീഷ്യറിനെ പോലെ ഏറ്റവും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ജുഡീഷ്യറി ഒരുപക്ഷെ ലോകത്തിലുണ്ടാവില്ല. ഇന്ത്യയിലെ ഒരു മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ അങ്ങ് സുപ്രീം കോടതി വരെ 150% ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇന്ന് വരെ കാര്യങ്ങൾ എന്തായാലും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് മറ്റേന്താണ് നരേന്ദ്രമോദിയും RSSും ഫാസിസ്റ്റുകളും എല്ലാവരും വിചാരിച്ചിട്ടും ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊന്നും എന്തായാലും നടപ്പിലാക്കാത്തത്. ഓക്കെ, താങ്ക് യു സർ. സാറിൻ്റെ പേര്? അഭിലാഷ് ഇക്ബാൽ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.